എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തച്ചോട്ടാവ് കരിപ്പൂര്, നമ്മുടെ കരിപ്പൂര് ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം ഒരു 150 മീറ്റർ മാറി നമുക്കൊരു പുതിയൊരു വില്ല പ്രോജക്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏകദേശം ഒരു 20 വീട് അടുപ്പിച്ച് നമുക്ക് സെയിലുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഇവിടെ വീടിൻ്റെ പണിയൊക്കെ നമുക്ക് തീർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ വില്ലയ്ക്കകത്ത് പണി തീർന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ബാഗിൽ കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് നിൽക്കുന്ന 4 സെൻറ്റിൽ 1980 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 4 ബെഡ്റൂം, 4 വലിയ ബെഡ്റൂമാണ് വരുന്നത്. 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഫ്രണ്ടിൽ 2 കാർ വരെ ഇടാനുള്ള സ്പേസ് വരുന്നുണ്ട്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്ക് ഈ വീട്ടിൽ നിന്ന് മെയിൻ റോഡ് വരെ, നമ്മുടെ ബസ് സ്റ്റാൻഡ് വരെ 150 മീറ്റർ നമുക്ക് നടന്നാൽ മതി. അതുപോലെ നമുക്ക് ഓട്ടോ സ്റ്റാൻഡ് നമുക്ക് 150 മീറ്ററിൻ്റെ അകത്തുണ്ട്. നമുക്ക് ഈ വീട് നിൽക്കുന്ന കരഭൂമിയിലാണ് വീട് നിൽക്കുന്നത്. നമുക്ക് ഇവിടുന്ന് റോഡ് വരെ പോകാൻ 150 മീറ്ററേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ വീട് ചെയ്യുന്ന വാസ്തുപ്രകാരമാണ് പടിഞ്ഞാറ് ദർശനമാണ് വീടിന് വരുന്നത്. നമുക്കൊരു ലക്ഷറി ലുക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 85 ലക്ഷം രൂപയുടെ. ഇത് നമുക്ക് നെഗോഷ്യബിളാണ്. 80% ലോണും ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വീട്ടിൻ്റെ മുറ്റത്ത് റോഡ് വരുന്നത് 4 മീറ്ററാണ് റോഡ് വരുന്നത്. നമുക്ക് റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് ഗേറ്റ് വരുന്നത്, നമുക്കൊരു സ്ലൈഡിംഗ് ഗേറ്റും വരുന്നുണ്ട്, നമുക്കൊരു നോർമൽ ഗേറ്റും വരുന്നുണ്ട്. വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത്, വലിയ ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ആർട്ടിക്കൽ ഗ്രാപ്സും ചെയ്തിട്ടുണ്ട്. നമുക്ക് വീടിനോട് ചേർന്ന് തന്നെ കാർ പോർച്ച് വരുന്നുണ്ട്. കാർ പോർച്ചിൽ നമുക്ക് തൂണൊക്കെ ചെയ്തിരിക്കുന്ന ഗ്ലാഡിംഗ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് തേക്കാണ്, പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ പാനൽ വർക്ക് ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ ഡിസൈൻ വരുന്ന തേയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് പോയിന്റും ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ചെറിയ ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് ഇന്നോവ കാർ വരെ ഈ കാർ പോർച്ചിൻ്റെ അകത്ത് എടുക്കാം. അത്രയ്ക്ക് വലിയൊരു കാർ പോർച്ചാണ് വരുന്നത്. നമുക്ക് മുറ്റത്താണ് കിണർ വരുന്നത്. നമുക്ക് ഫ്രണ്ടിൽ ചെറിയ രീതിയിൽ ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസും വരുന്നുണ്ട്. നമുക്ക് വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് ഗ്ലാഡിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ടെയിലൊക്കെ ഗ്ലാഡിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വുഡ് ഫ്രണ്ട് ഫുള്ളും വരുന്നത് നമുക്ക് തേക്കാണ്, ഫുൾ മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട്. അത്യാവശ്യം സ്പേസ് സിറ്റ് ഔട്ടിൽ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വുഡ്, നമ്മുടെ പാനൽ വർക്ക് ചെയ്യുന്ന വുഡാണ്. ഇത് നമുക്ക് തേക്കാണ് ചെയ്തിട്ടുള്ളത്, മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ സ്റ്റാൻഡേർഡായിട്ട് 4 സീലിംഗും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീട്ടിൽ 4:2 ടൈലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ്റ്റ് വർക്കും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന 85 ലക്ഷം രൂപയുടെ നമുക്ക് നെഗോഷ്യമാണ്. 80% ലോണും ചെയ്യാൻ പറ്റും. ഈ വില്ലയ്ക്കകത്ത് ഏകദേശം ഒരു 20 വീട് അടിപ്പിച്ച് നമുക്ക് സെയിലുണ്ട്. ഈ വീട് കാണാൻ വരുന്നവർക്ക് ബാക്കിയുള്ള വീടും കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഈ വില്ലയ്ക്കത്തുള്ള എല്ലാ വീടിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ വരുന്നതിന്, വേൾഡ് ദിവസം എന്ന ചാനൽ വരുന്നതിന്. നമ്മുടെ ഫ്രണ്ടിലെ ഡോർ വന്നിട്ട് നമുക്ക് ഫുൾ തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൽ നല്ല രീതിയിൽ തന്നെ കൊത്തു വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡബിൾ ഡോറാണ് വരുന്നത്. നമ്മുടെ കട്ടളയും ഫുള്ളും നമുക്ക് തേക്കാണ് വരുന്നത്. നമ്മൾ ഡോറൊക്കെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വന്നിട്ട്. ലിവിങ് ഏരിയ നമുക്ക് 4 സീലിംഗ്, നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് തന്നെ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ലിവിങ് ഏരിയയാണ് വരുന്നത്. നമുക്ക് ഡൈനിങ് സെക്ഷൻ സെപ്പറേറ്റ് ആണ് വരുന്നത്. നമ്മുടെ അകത്തെ കളറൊക്കെ വന്നിട്ട് നമ്മൾ നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ലിവിങ് ഏരിയയുടെ സൈസ് വന്നിട്ട് 12x14 ലിവിങ് ഏരിയയുടെ സൈസ് വന്നിട്ട്. നമുക്കിവിടെ 3 ഫേസ് ആണ് നമ്മുടെ കണക്ഷൻ വന്നിട്ട്. നമുക്ക് സ്വിച്ചൊക്കെ വന്നിട്ട് LISൻ്റെയും വയറൊക്കെ വന്നിട്ട് V ഗാർഡിൻ്റെയും വരുന്നത്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയയിലെ TV യൂണിറ്റ്. നമുക്ക് എത്ര ഇഞ്ച് TV ആണ് ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നല്ല പ്രീമിയം ലുക്കിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ കബോർഡ് വർക്ക്, നമുക്ക് നല്ല രീതിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ കൂടിയ ബോർഡിട്ടാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ വന്നിട്ട്. വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. നമുക്കിവിടെ ഒരു ചെറിയ കമ്പ്യൂട്ടർ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചെറിയ രീതിയിൽ ഷോക്കേസും ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതിൽ നമ്മുടെ ഡൈനിങ് സെക്ഷനിൽ വാഷ് ബേസ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. വർക്ക് ഏരിയയും വരുന്നുണ്ട്. ഡൈനിങ് സെക്ഷനിൽ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രൊഫൈൽ ലൈറ്റാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ഒരു ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. നമുക്കിവിടെ 4:2 ടൈലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ്റ്റ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷനിലെ വാഷ് ബേസ് വന്നിട്ട്. വാഷ് ബേസൊക്കെ നമ്മൾ നല്ല പ്രീമിയം ലുക്കിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല സ്റ്റോറേജും വരുന്നുണ്ട്. നമ്മുടെ ഫിറ്റിംഗ്സിന് ഉപയോഗിച്ചിരിക്കുന്ന ജാഗോറാണ്. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നത്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ ഗാർഡൻ വർക്കും ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സെക്ഷനിൽ അടുത്ത് വരുന്നത് നമുക്ക് ഓപ്പൺ കിച്ചണാണ് വരുന്നത്. വലിയൊരു ഓപ്പൺ കിച്ചണാണ്. ഇതൊക്കെ നമ്മൾ നല്ല പ്രീമിയം ലുക്കിലാണ് നമുക്ക് ഓപ്പൺ കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയയും വരുന്നുണ്ട്. നമ്മുടെ ഓപ്പൺ കിച്ചണിൽ നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ചെറിയ രീതിയിൽ 4 സീലിംഗും ചെയ്തിട്ടുണ്ട്. നമ്മുടെ അകത്തെ കളറൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് നല്ല ഗ്രിപ്പുള്ള ടൈലാണ് വരുന്നത്. ഇവിടെ നമുക്ക് അപ്പോസ്റ്റ് വർക്കും ചെയ്തിട്ടുണ്ട്. കിച്ചൻ്റെ സൈസ് വന്നിട്ട് 12x10 കിച്ചൻ്റെ സൈസ് വന്നിട്ട്. നമുക്കിവിടെ ഒരു വർക്ക് ഏരിയയും വരുന്നുണ്ട്. നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് ആണ് ഇത് വരുന്നത്. നമുക്കിവിടെ 2 രീതിയിലാണ് കബോർഡ് വർക്ക് തിരിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് മിക്സിങ് കാര്യങ്ങളും വയ്ക്കാനും അതുപോലെ ഇവിടെ നമുക്ക് സ്റ്റോറേജ്, കബോർഡിൽ സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയയും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വന്നിട്ട്. വലിയൊരു വർക്ക് ഏരിയയാണ് വരുന്നത്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. വർക്ക് ഏരിയയുടെ സ്പേസ് വന്നിട്ട് 12x4 നമ്മുടെ വർക്ക് ഏരിയയുടെ സ്പേസ് വന്നിട്ട്. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വന്നിട്ട്. നമുക്ക് ബാക്ക് സൈഡിൽ ഒരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ബാക്കിലാണ് നനയിൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ 3 സൈഡും നമുക്ക് ടൈലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂമും സെക്കൻഡ് ഫ്ലോറിലാണ് 3 ബെഡ്റൂം വരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് വന്ന ഡോർ വന്നിട്ട്. നമ്മുടെ അകത്തെ ഡോറെല്ലാം നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്.
ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. ഇവിടെ വലിയ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമുക്കിവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് 4 സീലിംഗും ചെയ്തിട്ടുണ്ട്. 4 ബെഡ്റൂമിൽ AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 4 വാഷ്റൂമിൽ നമ്മൾ ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് 14x14 ബെഡ്റൂം സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4 ഗ്രണ്ടിന്റെ ടൈലാണ് വരുന്നത്. ഇവിടെ നമുക്ക് അപ്പോസി വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 4 പാളിയുടെ അലമാരാണ് വരുന്നത്. ഇത് നമുക്ക് 2 കളർ കോമ്പിനേഷനിലാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. വുഡിന്റെ ഡിസൈനിലെ ബോർഡും വരുന്നുണ്ട്. നമ്മുടെ വൈറ്റ് കളർ ബോർഡും വരുന്നുണ്ട്. നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്ക് ഈ ബെഡ്റൂമിൽ ചെറിയൊരു ഫാൻസി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. വാഷ്റൂമിൽ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇവിടെ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് വരുന്നത്. ഇത് നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഡൈനിങ് സെക്ഷനിൽ നിന്നാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ വരുന്നത്. നമ്മുടെ സ്റ്റെയറിലെ ഹാൻഡിൽ വർക്ക് ചെയ്യുന്ന ഫുൾ തടിയിലാണ്. ഇത് നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്, മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സ്റ്റെയർ കയറുന്നിടത്ത് തന്നെ നമുക്കൊരു ടെസ്റ്റർ വർക്ക്, വലിയ രീതിയിലൊരു ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു പർഹോളയും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പർഹോളയുടെ താഴെയായിട്ട് നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് നമുക്ക് ടെസ്റ്റർ വർക്ക് വേറെയും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ 4 സീലിംഗ്, നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് തന്നെ 4 സീലിംഗും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു കമ്പ്യൂട്ടർ സ്റ്റാൻഡ് വരുന്നുണ്ട്. ഇവിടെ ചെറിയ ഷോക്കേസും വരുന്നുണ്ട്. സെക്കൻഡ് ഫ്ലോറിലെ ഹാൾ വന്നിട്ട് നമുക്ക് 2 സെക്ഷനായിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് സ്പേസ് വന്നിട്ട് 12x12 അടിയാണ് നമുക്ക് സ്പേസ് വന്നിട്ട്. ഇവിടെ നമുക്കൊരു സ്റ്റാൻഡേർഡായിട്ട് റോയൽ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നത്. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് ലൈറ്റൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഫാം ലൈറ്റാണ് വരുന്നത്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ ഫാൻസി ലൈറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിട്ട്. വലിയ ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് 10x15 നമ്മുടെ ബെഡ്റൂം സൈസ് വന്നിട്ട്. ഇവിടെ 3 പാളിയുടെ വലിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെയും സെയിം മെത്തേഡിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഫിറ്റിംഗ്സ് എല്ലാം ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ്. ഇവിടെ നമുക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് വരുന്നത്. ഇത് നമ്മുടെ അപ്പോസി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട്. നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ഫ്ലോർ ടൈലിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാളിൽ നിന്ന് അടുത്ത് വരുന്ന നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് 12x14 ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെ 4 പാളിയുടെ വലിയൊരു കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. ഇവിടെ ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇവിടെ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ്. ഫ്ലോർ ടൈൽ വന്ന് നല്ല ഗ്രിപ്പുള്ള ടൈലാണ്. ഇവിടെ നമുക്ക് അപ്പോസി വർക്ക് ചെയ്തിട്ടുണ്ട്. ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. 4 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മുടെ ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് 4ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഇത് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെയും വലിയ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റാൻഡേർഡായിട്ട് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് 15x12 നമ്മുടെ ബെഡ്റൂം സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ 4 പാളിയുടെ ഒരു വലിയ കബോർഡും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. മൾട്ടിവുഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കബോർഡ് വർക്കിന്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. വലിയ വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇവിടെ ട്രെൻഡിങ്ങിലുള്ള ടൈലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അത്യാവശ്യം വലിയ വാഷ്റൂമാണ്. എല്ലാം നമുക്ക് വലിയ വാഷ്റൂമാണ് വരുന്നത്. 4 ബെഡ്റൂമിലെ വാഷ്റൂമും വലിയ വാഷ്റൂമാണ് വരുന്നത്. നമുക്ക് 4ാമത്തെ ബെഡ്റൂം ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് ബാൽക്കണിയാണ്. ബാൽക്കണിയിലോട്ട് പോകുന്ന ഡോറൊക്കെ നമുക്ക് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റാൻഡേർഡായിട്ട് തന്നെ നമുക്ക് ഡോറ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബാൽക്കണി വന്നിട്ട്. വലിയൊരു ബാൽക്കണിയാണ് വരുന്നത്. ഇവിടെ നമുക്ക് പാനൽ വർക്കിന് ഉപയോഗിക്കുന്ന തേക്കാണ്. ഇതിൽ നമുക്ക് മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം വലിയൊരു ബാൽക്കണിയാണ് വരുന്നത്. ബാൽക്കണിയിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രൊഫൈൽ ലൈറ്റാണ് വരുന്നത്, ഫാം ലൈറ്റാണ് വരുന്നത്. ഇവിടെ ചെറിയൊരു ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നല്ല ആംബിയൻസ് ആണ്. അതേപോലെ നമുക്ക് നല്ല സൈലന്റ് ഏരിയയാണ്. നമുക്ക് റോഡിലോട്ട് പോകാൻ ഇവിടെ നമുക്ക് റോഡ് കാണാൻ പറ്റും. ഈ വീട്ടിൽ നിന്ന് റോഡ് കാണാൻ പറ്റും. നമുക്കൊരു 150 മീറ്റർ നടന്നാൽ മാത്രം മതി ബസ് സ്റ്റാൻഡിലോട്ട് പോകാം. അതുപോലെ തന്നെ നമുക്ക് ഓട്ടോ സ്റ്റാൻഡും വരുന്നുണ്ട്. ഈ കാണുന്ന വില്ലക്കത്തുള്ള ബാക്കിയുള്ള എല്ലാ വീട്ടിലും നമുക്ക് ആൾ താമസമുണ്ട്. നമുക്ക് ടെറസിൽ ടാങ്ക് വന്നിട്ട് 1000 ലിറ്ററിൻ്റെ വലിയൊരു ടാങ്കാണ്. നമുക്കിവിടെ കുടിവെള്ളത്തിന് കിണർ വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്ക് നിരന്ന ഭൂമിയിലാണ് നമുക്ക് വീടിരിക്കുന്നത്. നമുക്ക് കുടിവെള്ളത്തിനൊന്നും ഒരു പ്രശ്നം വരുന്ന ഏരിയ അല്ല. ഈ വീട് നിൽക്കുന്ന 4 സെന്റിൽ 1980 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. 4 ബെഡ്റൂം വരുന്നുണ്ട്. 4 നമുക്ക് വലിയ ബെഡ്റൂമാണ്. 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് 2 കാർ പാർക്കിംഗ് വരെ വരുന്നുണ്ട് വീട്ടിൻ്റെ മുറ്റത്ത്. നമുക്ക് ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ പോകാൻ 10 കിലോമീറ്ററും ഇവിടെ നിന്ന് എയർപോർട്ട് പോകാൻ 14 കിലോമീറ്ററാണ് വരുന്നത്. നമുക്ക് ഈ വീട്ടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 85 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീട് വന്ന ആർക്കും താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. ഈ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അടുത്ത എന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റായിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ. നമ്മുടെ
ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ പുതിയ വില്ല പ്രോജക്റ്റിന്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അടുത്തെന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റ് ആണ്. അതൊരിക്കലും എല്ലാവർക്കും ബൈ.